പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമക്കളെ, ആങ്സൈറ്റി വരരുത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ നാം ആങ്ഷ്യസായി പോകുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മുടെ ഭയവും നമ്മുടെ ആങ്സൈറ്റിയും നമ്മുടെ എല്ലാ ഡിഫൻസ് മെക്കാനിസംസും മാറണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കണം. അവിടെ മാത്രമേ നമുക്ക് സമാധാനം കിട്ടത്തുള്ളൂ. നമ്മുടെ സ്വഭാവത്തെ പ്രാർത്ഥന മൂലമൊന്ന് കൺട്രോൾ ചെയ്യുവാൻ നമുക്ക് കഴിയണം. ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കുന്നതിൽ നാം മുന്നിട്ട് നിൽക്കണം. സ്ക്രിപ്ചർ മെഡിറ്റേഷൻ ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മുടെ തലച്ചോറിനകത്ത് ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സൊക്കെ കമ്പ്യൂട്ടർ പോലെ ദൈവമക്കളെ, അതിനകത്തോട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിനെല്ലാം അത് പ്രോസസ്സ് ചെയ്യും. നമ്മുടെ ആ നെഗറ്റീവ് തിങ്കിങ്ങും നെഗറ്റീവ് ബിഹേവിയറും വേറെ എന്തെങ്കിലും കൊണ്ട് നാം റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ആൻഷ്യസ് തോട്ട്സ് നമ്മുടെ മനസ്സിൽ കിടന്ന് കളിക്കാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്. ദൈവവചനം, അതിനാൽ നാം നമ്മുടെ മനസ്സിനെ നിറയ്ക്കണം. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സാം 119 വേഴ്സ് 11, 119 സങ്കീർത്തനം അതിൻ്റെ 11 വാക്യം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം നാം ദൈവത്തിൻ്റെ വചനം കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ ആദ്യം ചിലപ്പോൾ നമുക്കത് ഓക്വേർഡായിട്ട് തോന്നും. പക്ഷേ ആ സ്വഭാവം നിർത്തരുത് കേട്ടോ. കുഞ്ഞെ, വറിയിൽ നിന്ന് നിനക്ക് ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നീ ഒരിക്കലും നിൻ്റെ ഫീലിങ്സിനെ ഫോളോ ചെയ്യരുത്. നിൻ്റെ തോന്നലിനെ നീ ഫോളോ ചെയ്യരുത്. നിൻ്റെ ഫീലിങ്സിനൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു മൈൻഡുണ്ട്. കാരണം നമ്മുടെ ജഡത്തിൽ നിന്നാണ് അവർക്കതിനുള്ള ഇൻസ്പിറേഷൻ കിട്ടുന്നത്. ആ 5 സെൻസസ് നമ്മുടെ ശരീരത്തിലുള്ളതിൽ നിന്നാണ്, ജഡത്തിൽ നിന്നാണ് അതിന് ഗൈഡൻസ് കിട്ടുന്നത്. യു മസ്റ്റ് ലെറ്റ് ദ ട്രൂത്ത് ഓവർ റൈറ്റ് യുവർ ഫീലിങ്സ്. പ്രൈസ് ഗോഡ്. എത്രത്തോളം കൂടുതൽ നീ ദൈവത്തിൻ്റെ വചനം ഏറ്റുപറയുമോ അത്രത്തോളം ഈ വചനം നമ്മുടെ സ്വന്തമായി, ദ മോർ നാച്ചുറൽ ഇറ്റ് വിൽ ബിക്കം ടു യു. മനസ്സിലായോ? വറിയെ കോൺക്വർ ചെയ്യുവാൻ തക്കവണ്ണം നീ ദൈവത്തിൻ്റെ വചനം ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നിൻ്റെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ വരുന്നത് നിനക്ക് കാണുവാൻ ഇടയാകും. അങ്ങനെ വരുമ്പോൾ അതിശയകരമായ ശക്തികരമായ ചില നേട്ടങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിനക്ക് ഉണ്ടാക്കുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, ഒരു ഡ്രഗ് അഡിക്റ്റ് കൂടുതൽ ഡ്രഗ് ഒരു നല്ല റിസൾട്ട് കിട്ടേണ്ടതിന് വേണ്ടി ലഭിക്കണമേ എന്ന് ആഗ്രഹിക്കാറുണ്ട്. ഞാൻ പറയട്ടെ, ദ മോർ യു റെക്കഗ്നൈസ് ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദ മോർ യു വിൽ വോണ്ട് ടു അപ്ലൈ ടു ഓൾ ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. അപ്പം എങ്ങനെയാ ദൈവവചനം കൊണ്ട് നിനക്ക് നിൻ്റെ വറിനെ ഒന്ന് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൽ വറിയെപ്പറ്റി, ആങ്സൈറ്റിയെപ്പറ്റി, മനസ്സ് പുതുക്കുന്നതിനെപ്പറ്റി, ഭാരം യഹോവയുടെ മേൽ ഇടുന്നതിനെപ്പറ്റി എല്ലാ വചനങ്ങളുണ്ട്. ആ വേഴ്സസ് നീ ഒന്ന് ജേർണൽ ചെയ്യണം. ദൈവത്തിലെ നീ ഒന്ന് എഴുതിയിടണം. നീ അതൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ഏതെങ്കിലും ആങ്ഷ്യസ് തോട്ട് നിൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ കൊണ്ടുവന്ന് ക്രൂശിൻ്റെ ചുവട്ട് നിനക്ക് സമർപ്പിക്കുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. കുഞ്ഞെ, ഞാൻ ഓർത്തിട്ടുണ്ട്, ഞാൻ എൻ്റെ യേശു കർത്താവിൻ്റെ പാദപീഠത്തിങ്കിൽ കൊണ്ടുപോയി ഇതെല്ലാം വെക്കുന്നത്, ക്രൂസിൻ്റെ ചുവട്ടിൽ ഞാനത് കൊണ്ടുപോയി അർപ്പിക്കുന്നത് ഞാൻ വിഷ്വലൈസ് ചെയ്യാറുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എന്ത് ഇഷ്യൂവിനെ നീ ഫേസ് ചെയ്താലും ദൈവത്തിൻ്റെ വചനം നിന്നെ പരാജയപ്പെടുത്തത്തില്ല, നിന്നെ നിരാശയിലേക്ക് ആക്കത്തില്ല. പെട്ടെന്ന് തന്നെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു
അപ്പാരൻ്റ് റീസണുമില്ലാതെ തന്നെ നീ നിൻ്റെ ഹൃദയത്തിൽ വലിയ സമാധാനം അനുഭവിക്കുന്ന, അതാണ് ദൈവത്തിൻ്റെ സമാധാനം, സർവബുദ്ധിയെയും കഴിയുന്ന ദൈവത്തിൻ്റെ സമാധാനം. ദൈവവുമായിട്ട് സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഉത്സാഹം വർദ്ധിക്കേണ്ടത് ഈ നാളിൽ ആവശ്യമാണ് ദൈവപൈതലേ. ഹല്ലേലൂയ. നമ്മുടെ സകല കോൺഫിഡൻസും ഫുൾ കോൺഫിഡൻസ് നാം നമ്മുടെ ദൈവത്തിൽ അർപ്പിക്കണം. ദൈവത്തിലുള്ള നമ്മുടെ കോൺഫിഡൻസിന് പല ഷേപ്പായിരിക്കും. എന്നാൽ ആദ്യം തന്നെ നമുക്ക് കോൺഫിഡൻസ് വേണ്ടത് ദൈവത്തിൻ്റെ ലീഡർഷിപ്പിലാണ്. നമ്മുടെ ചിന്താമണ്ഡലത്തിലെ എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്ത് കളയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ആ ലീഡർഷിപ്പിനെ നാം ആശ്രയിക്കണം, വിശ്വസിക്കണം. സങ്കീർത്തനം 23 നാം കാണുന്നത് യേശു കർത്താവ് നമ്മുടെ ഇടയനാണെന്നാണ്. സങ്കീർത്തനം 23:2, സാം 23:2 ഇങ്ങനെ പറയുന്നു: പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് ദൈവവുമായിട്ട് ഏകനായിരുന്ന് സമയം സ്പെൻഡ് ചെയ്യുവാൻ കഴിയുന്നില്ലേ ഈ നാളിൽ? അതോ മറ്റുള്ളവർ കേൾക്കത്തക്കവണ്ണം ഒച്ച വെക്കുകയും ബഹളം വെക്കുകയും എല്ലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണോ നമ്മുടെ വീട്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ശബ്ദം നമ്മുടെ ഭവനത്തിനുള്ളിലേത് ഒച്ചയിലായി പോകാറുണ്ടല്ലേ. പക്ഷെ ഇവിടെ പറയുന്നത് ദൈവം നമ്മെ കൊണ്ടുവന്നത് എങ്ങോട്ടാണ്? സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരിയിലേക്കാണ് കൊണ്ടുവന്ന്, അല്ലേ? അല്ലാണ്ട് ബഹളമുള്ളിടത്തോട്ടാണോ കൊണ്ടുവന്ന്? അങ്ങനെയുള്ള ഒരു നല്ല ലീഡറാണ് നമ്മുടെ കർത്താവ്. അവിടുത്തെ ക്വയറ്റ് വാട്ടേഴ്സ് ഉണ്ടല്ലോ, അവിടെ നിനക്ക് സന്തോഷവും സമാധാനവും കിട്ടും. ഞാൻ പറയാം, ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത് സ്റ്റിൽ വാട്ടേഴ്സിൻ്റെ അടുത്തോട്ടാണ്, സ്വസ്ഥമായ വെള്ളത്തിനരിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ്, അതിൻ്റെ കീഴിലായിരിക്കാൻ ദൈവം ഇതിലേ നിനക്ക് ആഗ്രഹമില്ലേ? അവർ ലീഡർ ക്യാൻ ബി ട്രസ്റ്റ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഏതു നേരവും സാത്താനെ കുറ്റപ്പെടുത്തി ഇരിക്കരുത്. യേശു സാത്താനെ ക്രൂശിന്മേൽ തോൽപ്പിച്ചതാണ്. യേശു രക്തം ചിന്തിയപ്പോൾ സാത്താൻ തോറ്റതാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, നിങ്ങളത് മനസ്സിലാക്കണം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കെട്ടുകളും പൊട്ടിപ്പോകത്തക്കവണ്ണമുള്ള ശക്തി ഉണ്ട്. അത് നമുക്ക് ഒച്ചത്തിൽ പറയാൻ കഴിയണം. ദർ ഈസ് പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ് ടു കാസ്റ്റ് ഡൗൺ സ്ട്രോങ് ഹോൾസ്. വീണ്ടും പറഞ്ഞേ, ദർ ഈസ് പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ് ടു കാസ്റ്റ് ഡൗൺ സ്ട്രോങ് ഹോൾസ്. നമുക്ക് സാത്താൻ്റെ മേൽ അതോറിറ്റി ഒന്നുമില്ല, അവൻ്റെ സ്കീംസിൻ്റെ മേലും ഇല്ല നാം ചെയ്ത ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച്. പക്ഷെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്ത് തന്നുവോ അതുകൊണ്ട് നമുക്കും ആ ശക്തിയുണ്ട്. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കാം. അതുകൊണ്ട് നമുക്ക് സാത്താനോട് പറയാൻ കഴിയണം, നീ എൻ്റെ കാലിൻ്റെ അടിയിൽ അരഞ്ഞു കിടക്കുന്ന ദുഷ്ടശക്തിയാണെന്ന്. യേശു അങ്ങനെ ചെയ്തു, നമുക്കും ആ അതോറിറ്റി തന്നു. പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ തക്കൊണ്ടുള്ള ഒരു അതോറിറ്റി നമുക്ക് തന്നു. എന്നിട്ട് ഇതും കൂടെ പറഞ്ഞു, ആ ശക്തികളൊന്നും നമ്മുടെ മേലെ വാഴത്തില്ലെന്ന്. നാം ആ അതോറിറ്റിയിൽ നടക്കണം. നമുക്കൊരു ഭയമോ എന്തെങ്കിലും ഒരു ആങ്ഷ്യസ് തോട്ടോ നമ്മുടെ മേൽ വരുമ്പോൾ നാം നമ്മുടെ ബർത്ത് റൈറ്റ് എക്സസൈസ് ചെയ്യണം. ആ ബന്ധനത്തോട് പറയണം, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പിറകിൽ പോ. ഹല്ലേലൂയ. പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് ആ ആങ്ഷ്യസ് തോട്ടിനെ എല്ലാം അങ്ങ് റീപ്ലേസ് ചെയ്യുക. സ്ക്രിപ്ചറിനകത്ത് മറഞ്ഞു കിടക്കുന്നതൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. അതൊന്നും കളയാതെ
ഹൃദയത്തിൻ്റെ മാംസഫലമേൽ എഴുതി സൂക്ഷിച്ചു വെക്ക്. പ്രൈസ് ഗോഡ്. യേശു കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല, ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഇങ്ങനെ പറയുന്നു: സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. പ്രൈസ് ഗോഡ്. നാം നമ്മോട് തന്നെ പറയണം, സെൽഫ് കൺട്രോളിൻ്റെ മേലെ നമുക്ക് ജയം തന്നിരിക്കുക. ഒരു സൗണ്ട് മൈൻഡ് ദൈവം നമുക്ക് തന്നിരിക്കുക. വിശ്വസിക്കുക ദൈവമല്ലേ, എങ്കിൽ മാത്രമേ സാത്താനെ നമുക്ക് നമ്മുടെ കാൽ കീഴാക്കുവാൻ പറ്റത്തുള്ളൂ. അതിന് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഭയത്തിന് ദണ്ഡനമുണ്ടല്ലോ കർത്താവേ. ഭയത്തെയും വറിയെയും ആങ്സൈറ്റിയെയും ആദി വ്യാധികളെയെല്ലാം മാറ്റുന്ന കർത്താവ് മാറ്റിത്തരുമാറാകണം. സൗഖ്യദായകൻ എന്നെ യേശു. ഹല്ലേലൂയ. അടുപ്പിടാൻ നമുക്ക് സൗഖ്യം തരുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് യേശുപ്പച്ച ഞങ്ങളുടെ ശിഷ്ടമുള്ള കാലം കഴിപ്പാൻ ഏറെ ആവശ്യം അത് ഞങ്ങൾക്ക് തരുമാറാകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.